ഏറ്റവും പരിഷ്കൃതവും ഗ്ലോറിയസുമായ ഒരു തൊഴിൽ മേഖലയെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന ഒന്നാണ് സിനിമ മേഖല. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ബോധമുള്ള ചിത്രങ്ങളും മലയാള സിനിമാ മേഖല അധികമായി ജനങ്ങൾക്ക് നൽകുന്നുവെന്നതും അതിൽ പ്രവർത്തിക്കുന്നവരുടെ നിലവാരത്തെക്കുറിച്ച് പുറം ലോകത്തിന് നൽകുന്ന ഒരു നല്ല ചിത്രമുണ്ട്. ആ വർണ്ണക്കടലാസ് അഴിച്ചു വയ്ക്കപ്പെടുകയാണ്. മനുഷ്യന്റെ വൈകൃതങ്ങളും പൊതുബോധങ്ങളും എല്ലായിടത്തും ഒരേപോലെയാണെന്നും ആളുകൾ വിശ്വസിക്കാത്ത ഇടങ്ങളിൽ അത് കുറച്ച് കൂടുതലാണെന്നും വ്യക്തമാവുകയാണ്. അത് മനസ്സിലാക്കാനുണ്ടായ തുടക്കം തനിക്ക് നേരെയുണ്ടായ അതിക്രമം തുറന്നു പറയാനും അതിനെതിരെ പോരാടാനുമുള്ള ഒരാളുടെ നിശ്ചയദാർഢ്യമാണ്. 2017 പ്രശസ്ത നടി ആക്രമിക്കപ്പെടുന്നതും അതിന്റെ സൂത്രധാരൻ നടൻ ദിലീപാണെന്ന് പുറത്തു വരുന്നത്. തുടർന്ന് അതിജീവിതയായ നടി നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു. തനിക്ക് വേണ്ടി മാത്രമല്ല, താൻ ഉൾപ്പെടുന്ന സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെല്ലാം പുറത്തു കൊണ്ടുവരാൻ 7 വർഷങ്ങൾക്കിപ്പുറം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ്. ഒരു ആക്രമണം നേരിട്ട ശേഷവും തൻ്റെ കൂടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ നിലപാട് എത്രത്തോളം അതിജീവിതയെ തകർത്തിട്ടുണ്ടാകും. മലയാളത്തിന്റെ മുഖ്യധാര സിനിമാ വ്യവസായത്തിന്റെ നിലവിലുള്ള വേലിയേറ്റങ്ങൾക്കെതിരെ അവർ നിർഭയമായി നീന്തുകയും അചഞ്ചലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ചാൻസുകൾക്കും പവർ ഗ്രൂപ്പുകൾക്കും മുൻപിൽ അടിപതറാതെ ഒരു മേഖലയിൽ ആകെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളാൻ അവർക്കായി. ഇന്ന് പുറത്തു വരുന്ന ഓരോ വാർത്തയും, ഓരോ തുറന്നു പറച്ചിലുകളും, അഴിഞ്ഞു വീഴുന്ന ഓരോ മുഖംമൂടികളും അവരുടെ ഉറച്ച നിലപാടിന്റെ ഫലമാണ്. ഒരു മേഖലയുടെ തലപ്പത്ത് പോലും അടിഞ്ഞുകൂടിയിരിക്കുന്ന പുരുഷ മേധാവിത്വത്തിന്റെ മാലിന്യം നിറഞ്ഞ മനുഷ്യരെ തുറന്നു കാട്ടാൻ ആ നിലപാടിലായി. ഇരയെ കുറ്റപ്പെടുത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ സ്റ്റീരിയോ ടൈപ്പിന് മുന്നിലും പതറാതെ നിലകൊള്ളാൻ അവർക്കായി. അക്രമം നടന്ന് 5 വർഷക്കാലം നിശബ്ദയായി തുടർന്ന അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒപ്പം നിന്നവർക്ക് നന്ദി അറിയിച്ച് വിഷയത്തിൽ രംഗത്ത് വന്നു. നീതി പുലരാനും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാനും ഇങ്ങനെ ഒരു അനുഭവം മറ്റാൾക്കും ഉണ്ടാവാതിരിക്കാനും ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പുറം ലോകത്തോട് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അവരത് തുടർന്നുകൊണ്ടേയിരുന്നു. തന്നെ അധിക്ഷേപിച്ചവർക്ക് മുന്നിൽ തലയെടുപ്പോടെയും അഭിമാനത്തോടെയും നിൽക്കാൻ അവർക്കായി. അനേകം പേരുടെ ധൈര്യമാകാൻ അവർക്കായി. അതെ, ഇത് അതിജീവിതയുടെ പോരാട്ട വിജയമാണ്. ഒരു സമൂഹത്തിനെ ആകെ തുറന്നു കാട്ടാനും തങ്ങൾ അനുഭവിച്ച അതിക്രമങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് സംസാരിക്കാനും ഓരോരുത്തരെയും പ്രാപ്തരാക്കാനും അതിജീവിതം നടത്തിയ തുറന്ന പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്ന് തുറന്നുകാട്ടപ്പെടുന്ന മലയാള സിനിമാ മേഖല. AMMA എന്ന സംഘടന ഒരിക്കലും അമ്മ എന്ന് വിശേഷിപ്പിക്കാൻ അർഹമല്ല എന്ന് തെളിയിക്കുകയാണ്. നല്ല നടന്മാരൊന്നും അത്ര നല്ലവരല്ല എന്നും അഭ്രപാളികൾക്ക് പിന്നിൽ ഒരു ചെന്നായിക്കൂട്ടം തന്നെ ഉണ്ടെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുകയാണ്. കുരിശിലേറ്റപ്പെടേണ്ട യൂദാസുകളുടെ എണ്ണം ഇനിയും ഏറെയാണ്. കാലം അവരെ കുരിശിലേറ്റുക തന്നെ ചെയ്യുമെന്നും മലയാള സിനിമയും മറ്റേതൊരു തൊഴിൽ മേഖലയും മനുഷ്യനായി തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വിധം ഉയരുമെന്നും ഇതിലൂടെ പ്രത്യാശിക്കാം.